സമയം എന്തെങ്കിലും ആവട്ടെ, ഡീപ്പ് സ്പേസിലാണ് കഥ നടക്കുന്നത്. അതുകൊണ്ട് രാവിലേക്കും രാത്രിക്കും വലിയ പ്രാധാന്യമൊന്നുമില്ലല്ലോ. ഇപ്പൊ ഡീപ്പ് സ്പേസിൽ ഒരു ആസ്ട്രോയിഡ് മൈനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം അവർ വന്നൊരു മെയിൻ ഷിപ്പ് പുറത്തുണ്ട്. അതിലെ കമാൻഡർ ഇപ്പം ആ ആസ്ട്രോയിഡ് കുഴിക്കുന്ന ഒരാളുടെ അടുത്ത് സംസാരിക്കുകയാണ്. ഈ സംസാരം മാത്രമേ ഇപ്പൊ നമുക്ക് കേൾക്കാൻ പറ്റൂ. ഈ മെയിൻ ഷിപ്പിലിരിക്കുന്ന ആളുടെ പേര് മിൽട്ടൺ എന്നാണ്. അയാളിപ്പോൾ സംസാരിക്കുന്നത് ഹാലോവേയുടെ അടുത്താണ്. അവിടെ എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ സ്മൂത്ത് ആയിട്ട് പോകുന്നില്ലേ എന്നാണ് മിൽട്ടൺ ഹാലോവേയുടെ അടുത്ത് ചോദിക്കുന്നത്. കുഴപ്പമൊന്നുമില്ല എന്നാണ് ഹാലോവേ മറുപടി പറയുന്നത്. എന്നാൽ അത് പറഞ്ഞ ഉടനെ തന്നെ പെട്ടെന്നൊരു പൊട്ടിത്തെറി നടക്കുകയാണ്. അതിനെ തുടർന്ന് ആ ആസ്ട്രോയിഡിലുള്ളവരൊക്കെ അവരുടെ എസ്കേപ്പ് പോഡിലേക്ക് കയറി. അതിനെ തുടർന്ന് അതും അവിടെ നിന്ന് തെറിച്ചു പോവാണ്. അങ്ങനെ ആ എസ്കേപ്പ് പോഡ് ഇപ്പം ഡീപ്പ് സ്പേസിലൂടെ വളരെ വേഗത്തിൽ പോകാൻ തുടങ്ങി. അതിന്റെ പുറകിലായിട്ട് ആ ആസ്ട്രോയിഡിന്റെ അവശിഷ്ടങ്ങളും വരുന്നുണ്ട്. ഇനി ഈ പോഡിലേക്ക് നോക്കുകയാണെങ്കിൽ അതിനങ്ങനെ കൺട്രോൾ ചെയ്യാനൊന്നും പറ്റത്തില്ല. ചുമ്മാ അതിനകത്ത് ഇരിക്കാന്ന് മാത്രമേ ഉള്ളൂ. അതിന്റെ മുന്നിലായിട്ട് ഒരു ചില്ലുണ്ട്. അതിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ പോഡ് എങ്ങോട്ടാണ് പോകുന്നത് എന്ന് മാത്രം കാണാൻ പറ്റും. ഇപ്പൊ ആ പോഡിലിരിക്കുന്നത് ഹാലോവേ ആണ്. അയാളുടെ കൂടെ ഒരാൾ ഇരിക്കുന്നുണ്ട്. എന്നാൽ ആ പൊട്ടിത്തെറിയെ തുടർന്ന് അയാളിപ്പോൾ മരിച്ചുപോയി. അതുകൊണ്ട് തന്നെ ഹാലോവേ ഇപ്പോൾ ഒറ്റയ്ക്കാണ്. അയാളാണെങ്കിൽ അവരുടെ സ്പേസ് ഷിപ്പിലേക്ക് ഒരു കണക്ഷൻ കിട്ടുമോ എന്നിങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ എത്രയൊക്കെ അവരെ വിളിച്ചിട്ടും ഒരു റിപ്ലൈയും കിട്ടുന്നില്ല. അങ്ങനെ കുറേ നേരമായിട്ട് പുള്ളി ആ സ്പേസ് ഷിപ്പിലേക്ക് കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുകയാണ്. എന്നിട്ട് ഇതുവരെയായിട്ടും കണക്ഷനൊന്നും കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ പുള്ളിയാണെങ്കിൽ ശരിക്കും നിരാശയിലാണ്. ഈ സമയം പുള്ളി തലയിൽ വെച്ചിരിക്കുന്ന തൊപ്പിയൊക്കെ ഊരി മാറ്റി. പുള്ളിയുടെ തലയ്ക്കും വല്ലാത്ത പരിക്ക് പറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അയാൾക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ തന്നെ ആ സ്പേസ് ഷിപ്പിലേക്ക് ഒരു കണക്ഷൻ കിട്ടണം. പുള്ളിയുടെ സീറ്റിന്റെ മുകളിലായിട്ടൊരു കമ്പ്യൂട്ടർ ഇരിക്കുന്നുണ്ട്. അതിലാണ് ഇപ്പൊ ആ പോഡിനകത്തുള്ള കൺട്രോളൊക്കെ. അതും തകർന്നിട്ടുണ്ട്. എങ്കിലും എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് അറിയാൻ വേണ്ടി പുള്ളി അതിലൊക്കെ ഇങ്ങനെ ഞെക്കി നോക്കാൻ തുടങ്ങി. അങ്ങനെ കുറേ നേരം അതിൽ പ്രസ് ചെയ്യുമ്പോൾ ആ പോഡിനകത്തെ ലൈറ്റ് മൊത്തം ഓണായി. അതുകൊണ്ട് തന്നെ പുള്ളിക്ക് കുറച്ചൊരു ആശ്വാസം കിട്ടി. ഇനിയിപ്പോൾ ഇരുട്ടത്തിരിക്കണ്ടല്ലോ. അങ്ങനെ പിന്നെയും ആ സ്പേസ് ഷിപ്പിലെ ആൾക്കാർ കേൾക്കാൻ വേണ്ടി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറേ സംസാരിക്കുമ്പോൾ അയാൾക്കിപ്പോൾ ഒരു കണക്ഷൻ കിട്ടി. ആ സ്പേസ് ഷിപ്പിലെ ഒരു ലേഡിയാണ് സംസാരിക്കുന്നത്. ആ ലേഡിയുടെ പേര് റോബർട്ട്സ് എന്നാണ്. ഈ റോബർട്ട്സ് ആണ് ആ മെയിൻ സ്പേസ് ഷിപ്പിന്റെ പൈലറ്റ്. മാത്രമല്ല കമാൻഡറുടെ ഡ്യൂട്ടിയും ഇപ്പൊ അവളാണ് ചെയ്യുന്നത്. ആ കാര്യങ്ങളൊക്കെ ഹാലോവേയുടെ അടുത്ത് പറയുമ്പോൾ ഹാലോവേ ചോദിക്കുന്നത് കമാൻഡറായ മിൽട്ടൺ എവിടെയെന്നാണ്. അത് കേൾക്കുമ്പോൾ മിൽട്ടൺ ഇവിടെ ഒരു വർക്കിലാണ്, ഇപ്പൊ ടെമ്പററി ആയിട്ട് ഞാനാണ് കമാൻഡർ എന്നാണ് അവൾ അതിന് മറുപടി പറയുന്നത്. ഈ സമയം ഹാലോവേ ആ ആസ്ട്രോയിഡ് മൈനിങ് നടക്കുന്ന സ്ഥലത്ത് എന്താണ് സംഭവിച്ചത് എന്ന കാര്യങ്ങളൊക്കെ റോബർട്ട്സിന്റെ അടുത്ത് പറയാണ്. അതായത് അവിടെ മൈൻ ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ പെട്ടെന്ന് ശക്തമായിട്ടുള്ള നീരാവി പുറത്തേക്ക് വന്നു. അതോടുകൂടെ ആ ഡ്രില്ല് ചെയ്യുന്ന സാധനങ്ങളൊക്കെ പൊട്ടിത്തെറിച്ചു. അങ്ങനെയാണ് അവരിപ്പോൾ അവിടെ നിന്ന് തെറിച്ചു പോയിരിക്കുന്നത്. ഈ കാര്യങ്ങളൊക്കെയാണ് ഹാലോവേ റോബർട്ട്സിന്റെ അടുത്ത് പറയുന്നത്. ഈ സമയം അവൾ ചോദിക്കുന്നത് നിങ്ങളുടെ കണ്ടീഷൻ എങ്ങനെയാണെന്നാണ്. എനിക്ക് അത്ര വലിയ സുഖമൊന്നുമില്ല. എൻ്റെ തലയിലൊരു മുറിവ് പറ്റിയിട്ടുണ്ട്. പിന്നെ ഈ സ്പേസ് ഷിപ്പിന്റെ പവറൊക്കെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എനിക്കിതിനെ കൺട്രോൾ ചെയ്യാനും പറ്റുന്നില്ല. ഇതൊക്കെയാണ് ഞാൻ നേരിടുന്ന പ്രശ്നം എന്നാണ് ഹാലോവേ പറയുന്നത്. അങ്ങനെ അടുത്തതായിട്ട് റോബർട്ട്സ് ചോദിക്കുന്നത് ഇപ്പൊ നിങ്ങളുടെ മുന്നിൽ നിങ്ങൾ എന്ത് കാഴ്ചയാണ് കാണുന്നതെന്നാണ്. അവളത് ചോദിച്ചപ്പോൾ അയാൾ തിരിച്ചു ചോദിക്കുന്നത് ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുന്ന ഈ സ്പേസിൽ ഞാൻ എന്ത് കാഴ്ച കാണാനാണെന്നാണ്. ഓക്കെ മനസ്സിലായി. നിങ്ങൾ എവിടെയാണ് ഇപ്പോൾ ഉള്ളത് എന്ന കോർഡിനേറ്റ്സ് എനിക്ക് അയച്ചു തരാൻ പറ്റുമോ എന്നാണ് അവൾ അടുത്ത് ചോദിക്കുന്നത്. എന്നാൽ അതെനിക്ക് പറ്റത്തില്ല, എൻ്റെ കമ്പ്യൂട്ടർ മൊത്തം കേടാണ് എന്നാണ് അയാൾ അതിന് മറുപടി പറയുന്നത്. അങ്ങനെ അവരിങ്ങനെ സംസാരിക്കുന്നതിനിടയിൽ ഓരോരോ പാറക്കഷ്ണങ്ങളൊക്കെ ആ പോഡിലേക്ക് വന്ന് ഇടിച്ചിട്ട് അതിങ്ങനെ മൊത്തത്തിൽ കുലുങ്ങാണ്. എന്നാൽ കുറച്ച് സമയം ട്രൈ ചെയ്ത് കഴിയുമ്പോൾ റോബർട്ട്സിന് ഇപ്പൊ ഹാലോവേ ഇരിക്കുന്ന പോഡിലെ കാര്യങ്ങളൊക്കെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അവളിപ്പം ആ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ആ ചെക്കിംഗ് ഒക്കെ കംപ്ലീറ്റ് ആയി മുഴുവൻ കാര്യങ്ങളൊക്കെ മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം കൂടെ എടുക്കും. ഈ സമയം ഹാലോവേ ആണെങ്കിൽ ആ ഗ്ലാസ്സിലൂടെ പുറത്തേക്കാണ് നോക്കുന്നത്. സൂര്യപ്രകാശം ഇപ്പൊ പതുക്കെ ആ പോഡിന്റെ ഉള്ളിലേക്ക് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അത് കണ്ട ഉടനെ തന്നെ അവൻ ആ സൂര്യപ്രകാശത്തിന്റെ ഫിൽട്ടർ ഓണാക്കുകയാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ ചൂടടിച്ച് അവന് പണി കിട്ടും. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം റോബർട്ട് വീണ്ടും ആ കോളിൽ വന്നു. ഈ സമയം ഹാലോവേ അവളുടെ അടുത്ത് പറയുന്നത് എനിക്ക് കമാൻഡർ മിൽട്ടന്റെ അടുത്ത് സംസാരിക്കണം എന്നാണ്. അത് കേൾക്കുമ്പോൾ ഇപ്പം അത് പറ്റത്തില്ല, ഇപ്പം ഞാനാണ് കമാൻഡർ, അതുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എന്നോട് പറയണം എന്നാണ് റോബർട്ട്സ് പറയുന്നത്. അത് കേൾക്കുന്ന ഹാലോവേക്കാണെങ്കിൽ ശരിക്കും ദേഷ്യം വരുന്നുണ്ട്. പക്ഷെ ദേഷ്യപ്പെട്ടിട്ടൊന്നും ഒരു കാര്യവുമില്ല. പക്ഷെ അയാളുടെ ദേഷ്യം കാണുമ്പോൾ റോബർട്ട്സ് പറയുന്നത് ഈ ഒരു അവസ്ഥയിൽ നിങ്ങളിപ്പോൾ വെറുതെ ദേഷ്യപ്പെട്ടോണ്ടൊന്നും നടക്കാൻ പോകുന്നില്ല. നമ്മൾ ഈ ഒരു രീതിയിൽ ഇത് കൈകാര്യം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളെ എനിക്ക് രക്ഷിക്കാനും പറ്റത്തില്ല. അതുകൊണ്ട് നിങ്ങളൊന്ന് കാമായിട്ടിരിക്കുക, എന്നിട്ട് ഞാൻ പറയുന്ന പോലെ തന്നെ നിങ്ങൾ പ്രവർത്തിക്കുക എന്നാണ് റോബർട്ട്സ് പറയുന്നത്. ഈ സമയം ഹാലോവേ അവളുടെ അടുത്ത് ചോദിക്കുന്നത് എനിക്ക് ബേസിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്യാൻ പറ്റുമെന്നാണ്. അതിനും പറ്റത്തില്ല എന്നാണ് അവൾ അതിന് മറുപടി പറയുന്നത്. കാരണം അവക്കും ബേസിലേക്കുള്ള അവരുടെ കോൺടാക്ട് കട്ടായിട്ടുണ്ട്. അങ്ങനെ അടുത്തതായിട്ട് ഹാലോവേ അവളുടെ അടുത്ത് ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് കമാൻഡർ എനിക്ക് കണക്ട് ചെയ്ത് തരാൻ പറ്റാത്തത്, അയാൾ എന്ത് ചെയ്യണം അവിടെ എന്നാണ്. അത് കേൾക്കുമ്പോൾ ഞങ്ങളുടെ സ്പേസ് ഷിപ്പിലും ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ അവശിഷ്ടങ്ങളൊക്കെ വന്നിട്ട് ഞങ്ങളുടെ സ്പേസ് ഷിപ്പിൽ ഇടിച്ചു. അതിനെ തുടർന്ന് ട്രാൻസ്മിറ്റർ കേടായി. ഇപ്പൊ കമാൻഡറായ മിൽട്ടനും ടെക്നിക്കൽ അസിസ്റ്റന്റും കൂടെ അത് റെഡിയാക്കാനുള്ള ശ്രമത്തിലാണ് എന്നാണ് റോബർട്ട്സ് പറയുന്നത്. ഓക്കെ മനസ്സിലായി. എത്ര സമയത്തിനുള്ളിൽ അവിടുത്തെ വർക്കൊക്കെ തീരും ഹാലോവേ അടുത്തായിട്ട് ചോദിക്കുന്നു. അതിന് ഇനി 1 മണിക്കൂറും കൂടെ എടുക്കും എന്നാണ് റോബർട്ട്സ് മറുപടി പറയുന്നത്. റോബർട്ട്സ് ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ അവൾ അയാളുടെ പോഡിലുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യായിരുന്നു. ഇപ്പോഴാണ് അതിന്റെ റിസൾട്ടൊക്കെ വന്നത്. ഇപ്പൊ അവൾക്ക് അവിടെ ഇരുന്നുകൊണ്ട് ആ പോഡിലെ മുഴുവൻ കാര്യങ്ങളും അറിയാം.
അവളിപ്പോൾ പറയുന്നത് ഇപ്പൊ ഹാലവേ ഇരിക്കുന്ന പോഡ് നേരെ പോകുന്നത് സൂര്യന്റെ അടുത്തേക്കാണ്. ഓക്സിജൻ ജനറേറ്റേഴ്സിനൊന്നും കുഴപ്പമൊന്നും പറ്റിയിട്ടില്ല. പക്ഷെ മറ്റൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പോഡിന്റെ ടെമ്പറേച്ചർ കൺട്രോൾ ഇപ്പോൾ ഇനാക്റ്റീവ് ആണ്. അത് കൂളൻ ചാമ്പറിൽ എന്തോ ഒരു മാൽഫങ്ഷൻ സംഭവിച്ചതാണ്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ചെന്നിട്ട് അത് ഓഫ് ആക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ഹാലവേക്ക് അവിടെ സർവൈവ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ടെമ്പറേച്ചർ ഇങ്ങനെ കുറഞ്ഞുകൊണ്ടേയിരിക്കും. ഇപ്പോഴത്തെ ആ പോഡിനുള്ളിലെ അവസ്ഥ 14 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്. ഇങ്ങനെ പോവുകയാണെങ്കിൽ വളരെ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ അയാൾ മരിച്ചു പോകും. അതുകൊണ്ട് വേഗം തന്നെ ചെന്നിട്ട് ആ കൂളൻ സിസ്റ്റം ഓഫ് ആക്കണം. പക്ഷെ അത് ഓട്ടോമാറ്റിക് ആയിട്ട് പറ്റത്തില്ല. ഹാലവേ നേരിട്ട് പോകേണ്ടി വരും. ഇപ്പൊ ഇയാളിരിക്കുന്ന ഈ പോഡ് ഒരു വെടിയുണ്ടയുടെ സ്പീഡിലാണ് സൂര്യന്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഫിൽട്ടർ ഇട്ടതുകൊണ്ട് സൂര്യപ്രകാശം കൊണ്ട് അയാൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവത്തില്ല. എന്നാൽ ആ പോഡിന്റെ പവർ നല്ല രീതിയിൽ കുറയുന്നുണ്ട്. അങ്ങനെ പവർ മൊത്തം കട്ടായി കഴിഞ്ഞാൽ ആ ഫിൽട്ടർ ഓഫായി പോകും. അങ്ങനെ സംഭവിച്ചാലും ഹാലവേക്ക് അതിനകത്ത് സർവൈവ് ചെയ്യാൻ പറ്റത്തില്ല. ചുരുക്കി പറഞ്ഞാൽ ഒന്നില്ലെങ്കിൽ തണുത്ത് മരിക്കാം, അല്ലെങ്കിൽ ചൂടടിച്ച് മരിക്കാം. ഇതൊന്നും കൂടാതെ ചെറിയ രീതിയിൽ റേഡിയേഷൻ ലീക്കും സംഭവിച്ചിട്ടുണ്ട്. അതും അയാളുടെ ജീവന് ഭീഷണിയാണ്. റോബർട്ട്സ് അതൊക്കെ പറയുമ്പോൾ അപ്പം എങ്ങനെയാണ് ഞാൻ രക്ഷപ്പെടേണ്ടത് എന്നാണ് അയാൾ ചോദിക്കുന്നത്. അതേക്കുമ്പോൾ ഒരു 75 മിനിറ്റിനകം എനിക്ക് ഈ സ്പേസ് ഷിപ്പുമായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് എത്താൻ പറ്റും, എന്നിട്ട് ഞാൻ നിങ്ങളെ രക്ഷിക്കാം എന്നാണ് അവൾ പറയുന്നത്. എന്നാൽ അത് കേൾക്കുന്ന ഹാലവേക്ക് ചിരിയാണ് വരുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾ ഇങ്ങോട്ട് എത്തിയാലും എങ്ങനെ നിങ്ങൾ എന്നെ രക്ഷിക്കും? ഈ പോഡിനകത്ത് ഒരു എയർലോക്ക് ഇല്ലല്ലോ, അതുകൊണ്ട് എങ്ങനെ നിങ്ങൾക്ക് എന്നെ പിടിക്കാൻ പറ്റും? ഇനിയിപ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഞാൻ ഇവിടെ നിന്ന് പുറത്തേക്ക് ചാടണം എന്നാണോ? എന്നിട്ട് സിനിമകളിലൊക്കെ കാണുന്ന പോലെ നിങ്ങൾ എന്നെ പിടിക്കുന്നതാണോ? അതാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഹാലവേ ചോദിക്കുന്നു. അത് തന്നെയാണ് പ്ലാൻ. ഞങ്ങൾ നിങ്ങളുടെ അടുത്തെത്തി കഴിഞ്ഞാൽ നിങ്ങൾ ഉടനെ തന്നെ നിങ്ങളുടെ പോഡിനെ വാതിൽ ഓർക്കണം. അങ്ങനെ വരുമ്പം പോഡിനകത്തുള്ള പ്രഷർ നിങ്ങളെ പുറത്തേക്ക് തെറിപ്പിക്കും. അപ്പം ഞങ്ങൾക്ക് കറക്റ്റായിട്ട് നിങ്ങളെ പിടിക്കാൻ പറ്റും എന്നാണ് റോബർട്ട്സ് പറയുന്നത്. നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത്? ഇതൊന്നും നടക്കാൻ പോകുന്നില്ല. കാരണം അത്രയും വേഗതയിലാണ് ഈ പോഡ് ഇപ്പോൾ സഞ്ചരിക്കുന്നത്. നിങ്ങളിങ്ങനെ നിരാശപ്പെടാതെ അതൊക്കെ നടക്കും. ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് നിങ്ങളിപ്പോൾ ഇരിക്കുന്ന പോഡ് പോകുന്നതിൻ്റെ പാരലായിട്ട് വരാനാണ്. അങ്ങനെ വരുമ്പം ഈസി ആയിട്ട് നിങ്ങളെ ഞങ്ങൾക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റും എന്നാണ് റോബർട്ട്സ് പറയുന്നത്. പക്ഷെ അവളത് പറയുമെങ്കിലും അത് നടക്കും എന്ന ഒരു പ്രതീക്ഷയും അയക്കില്ല. ഇതേ സമയം തന്നെ ആ പോഡാണെങ്കിൽ വളരെ വേഗത്തിൽ സൂര്യനെ ലക്ഷ്യമാക്കി ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ കുറച്ച് സമയങ്ങൾ കഴിഞ്ഞു. ആ പോഡിനകത്തെ ടെമ്പറേച്ചർ ഇങ്ങനെ കുറയുന്നുണ്ട്. അതിനകത്തെ തണുപ്പൊക്കെ കൂടി. ഹാലവേ ആണെങ്കിൽ ഇപ്പൊ തണുത്ത് വരച്ചാണ് അതിനകത്ത് ഇരിക്കുന്നത്. ഈ സമയം അയാൾ അവളുടെ അടുത്ത് ചോദിക്കുന്നത് ബേസിലെ കൺട്രോൾ റൂമിലേക്ക് എനിക്കൊന്ന് കോൺടാക്ട് ചെയ്യാൻ പറ്റുമോ? എനിക്ക് എൻ്റെ വീട്ടിലേക്ക് വിളിക്കാനാണ്. ഹാലവേ അത് പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ കണക്ഷൻ കട്ടായി, അപ്പോൾ അത് ശരിയാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ശരിയായി കഴിഞ്ഞാൽ ആ സമയം തന്നെ ഞാൻ നിങ്ങളോട് കാര്യം പറയാം എന്നാണ് റോബർട്ട്സ് മറുപടി പറയുന്നത്. അങ്ങനെ അടുത്തതായിട്ട് ഹാലവേ അവളുടെ അടുത്ത് ചോദിക്കുന്നത് അവരുടെ കമ്പനിയെക്കുറിച്ചാണ്. ഇത്രയും റിസ്ക് ഉള്ള ഒരു മിഷനെ ഞങ്ങൾ അയക്കുമ്പോൾ ഈ അപകടത്തെക്കുറിച്ചൊന്നും കമ്പനി മുൻകൂട്ടി കണ്ടിട്ടില്ലായിരുന്നു. 10 മില്യൺ ടൺ മിനറൽസ് ആണ് അവർ കുഴിച്ചെടുത്തത്. എന്നിട്ടും അത് പോരാഞ്ഞിട്ട് പിന്നെ ഒരു ലോഡ് കൂടെ വേണമെന്ന് പറഞ്ഞുകൊണ്ടല്ലേ ഞങ്ങൾ കൂടുതൽ സമയം അവിടെ നിന്നത്. അപ്പോൾ 10 മില്യൺ ടൺ പോരായിരുന്നു. എന്തൊരു അത്യാർത്ഥിയാണ് ഇവർക്ക്. അതുകൊണ്ടല്ലേ ഇപ്പോൾ ഈ അപകടം ഒക്കെ ഉണ്ടായത് എന്നാണ് ഹാലവേ ചോദിക്കുന്നത്. എന്നാൽ റോബർട്ട്സ് ആണെങ്കിൽ അതിനൊരു മറുപടി പറയുന്നില്ല. കാരണം അത് കമ്പനിയുടെ കാര്യമാണ്. ഈ സമയത്താണ് അവിടെ നിന്നൊരു ബീപ്പ് ശബ്ദം കേൾക്കുന്നത്. അത് കേട്ട ഉടനെ തന്നെ റോബർട്ട്സ് പറയുന്നത് ടെമ്പറേച്ചർ കുറയുന്നത് നിങ്ങളുടെ ശരീരത്തിനെ നല്ല രീതിയിൽ ബാധിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പണി ഇനി നടക്കത്തുള്ളൂ. വേഗം ചെന്നിട്ട് ആ കൂളൻ സിസ്റ്റംസ് ഒക്കെ ഓഫ് ചെയ്യും. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ വരുന്നവരൊന്നും നിങ്ങൾക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല എന്നാണ് റോബർട്ട്സ് പറയുന്നത്. അതേക്കുമ്പോൾ അപ്പോൾ നിങ്ങൾ പറഞ്ഞു വരുന്നത് കൂളൻ ചാമ്പറിന്റെ പ്രശ്നം പരിഹരിച്ചു കഴിഞ്ഞാൽ ഈ പോഡിനകത്തെ തണുപ്പൊക്കെ മാറിയിട്ട് ഇവിടെ ചൂടാവുന്നല്ലേ? അങ്ങനെയാണെങ്കിൽ കൂളൻ ടാങ്ക് ഓഫാക്കുന്നതിന് പകരം അതിന്റെ കേടുപാടുകൾ ഞാൻ അങ്ങോട്ട് തീർത്താൽ പോരെ എന്നാണ് ഹാലവേ ചോദിക്കുന്നത്. ഇല്ല ഹാലവേ, കൂളൻ ടാങ്കിന്റെ ഡാമേജ് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് അത് ഓഫാക്കുന്നതായിരിക്കും നല്ലത് എന്നാണ് അവൾ പറയുന്നത്. അതെങ്ങനെ ഓഫാക്കി കഴിഞ്ഞാൽ ഇവിടുത്തെ ചൂട് കൂടത്തില്ലേ? അപ്പോൾ അതും എന്നെ ബാധിക്കത്തില്ലേ? ഞാനൊരു കാര്യം ചെയ്യാം, ഇവിടെ ഒരു സ്യൂട്ട് ഇരിക്കുന്നുണ്ടല്ലോ, അതിട്ട് ഞാൻ ഇവിടെ ഇരുന്നാൽ പോരെ? അങ്ങനെ വരുമ്പോൾ ഈ തണുപ്പ് എന്നെ ബാധിക്കത്തില്ലല്ലോ? അയാൾ വീണ്ടും ചോദിക്കുന്നു. അതൊന്നും നടക്കത്തില്ല ഹാലവേ. എൻ്റെ റീഡിങ്സിൽ നിങ്ങളുടെ പോഡിനകത്ത് ഒരൊറ്റ സ്യൂട്ടേ ഉള്ളൂ. അതിനകത്തുള്ളത് 15 മിനിറ്റ് നേരത്തേക്കുള്ള ഓക്സിജനാണ്. പിന്നെ ഒരു 15 മിനിറ്റ് നേരത്തെ ബാക്കപ്പും ഉണ്ട്. അതുകൊണ്ട് സ്യൂട്ട് ഉപയോഗിച്ചാലും 30 മിനിറ്റിൽ കൂടുതൽ നിങ്ങൾക്ക് അവിടെ ഇരിക്കാൻ പറ്റത്തില്ല. മാത്രമല്ല ഞാൻ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് പുറത്തേക്ക് വരാനും പറ്റത്തില്ല. അതുകൊണ്ട് സ്യൂട്ടിന്റെ കാര്യം നടക്കത്തില്ല എന്നാണ് അവൾ പറയുന്നത്. 15 മിനിറ്റോ? ഒരു ഇവാക്യുവേഷൻ സ്യൂട്ടിൽ എന്തുകൊണ്ടാണ് 15 മിനിറ്റ് നേരത്തേക്കുള്ള ഓക്സിജൻ? അയാൾക്ക് സംശയമായി. ഈ ഇവാക്യുവേഷൻ സ്യൂട്ട്സ് എന്ന് പറയുന്നത് എമർജൻസി സിറ്റുവേഷനിൽ മാത്രം ഉപയോഗിക്കാനുള്ളതാണ്. അതൊരു മിഷൻ ഓപ്പറേഷനുള്ള സ്യൂട്ടല്ല. അതുകൊണ്ടാണ് അതിൽ ഇത്രയും കുറച്ച് ഓക്സിജൻ വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ അതൊക്കെ വിട്. വേഗം ചെന്നിട്ട് ആ കൂളൻ ടാങ്ക് ഓഫാക്കാൻ നോക്ക്. ഇപ്പം നിങ്ങൾ 10 മിനിറ്റിനകം ആ കൂളൻ ടാങ്ക് ഓഫാക്കുകയാണെങ്കിൽ അടുത്ത 30 മിനിറ്റ് നേരത്തേക്ക് അവിടുത്തെ ടെമ്പറേച്ചറിൽ നിങ്ങൾക്ക് സർവൈവ് ചെയ്യാൻ പറ്റും. ബാക്കിയുള്ള 30 മിനിറ്റ് ആ സ്യൂട്ട് വെച്ചിട്ട് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അങ്ങനെ വരുമ്പോൾ 70 മിനിറ്റ് നിങ്ങൾക്ക് കിട്ടും. ആ ഒരു സമയത്തിനുള്ളിൽ എനിക്ക് നിങ്ങളുടെ അടുത്തേക്ക് എത്താൻ പറ്റും എന്നാണ് അവൾ പറയുന്നത്. അങ്ങനെ അവൾ ആ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മറ്റൊരു പ്രശ്നം വരുന്നത്. ആ പോഡിന്റെ മുന്നിലുള്ള ചില്ലുണ്ടല്ലോ, ഈ ചൂടടിക്കുന്നത് കാരണം അതിൽ ക്രാക്സ് വീഴാൻ തുടങ്ങിയിട്ടുണ്ട്. ആ കാര്യം ഉടനെ തന്നെ അവൻ അവളുടെ അടുത്ത് പറയുകയും ചെയ്യുന്നു. അത് കേൾക്കുമ്പോൾ അത് തെർമൽ ഷോക്ക് കാരണം സംഭവിച്ചതാണ്. സൂര്യന്റെ എക്സ്ട്രീം ടെമ്പറേച്ചർ ഒന്നും ആ ഗ്ലാസ്സിന് തരണം ചെയ്യാൻ പറ്റത്തില്ല.
അതുകൊണ്ട് നിങ്ങൾ വേഗം ചെന്നിട്ട് ആ കൂളൻ്റ് ഓഫാക്കാൻ നോക്ക്. അവൾ പിന്നെയും പറയുന്നു. ഓക്കെ, ആ കാര്യം ഞാൻ നോക്കിക്കോളാം. നിങ്ങൾ എങ്ങനെയെങ്കിലും ബേസിലേക്ക് എനിക്കൊന്ന് കോൺടാക്ട് ചെയ്യാൻ പറ്റുമോ നോക്ക്. എനിക്ക് എൻ്റെ വൈഫിനോടൊന്ന് സംസാരിക്കണം. ഞാൻ ആ കൂളൻ ടാങ്ക് ഓഫാക്കിയിട്ട് വരുമ്പോഴേക്കും നിങ്ങൾ ആ കാര്യമെങ്കിലും എനിക്ക് വേണ്ടി റെഡിയാക്കി വെക്കണം എന്ന് പറഞ്ഞിട്ട് അയാൾ കൂളൻ ടാങ്ക് ഓഫാക്കാൻ വേണ്ടി അവിടെ നിന്ന് പോവാണ്. അങ്ങനെ അയാൾ ആ കൂളൻ ടാങ്ക് ഇരിക്കുന്ന സ്ഥലത്തേക്ക് പ്രവേശിച്ചു. അതിനകത്തേക്ക് കയറുമ്പോൾ തന്നെ അവൾ ഒരു കാര്യം പറയുന്നുണ്ട്. നിങ്ങളിപ്പോൾ അന്റാർട്ടിക്കയിലായിരിക്കുന്ന അത്രയും തണുപ്പായിരിക്കും അവിടെ, അതുകൊണ്ട് പെട്ടെന്ന് കാര്യങ്ങളൊക്കെ തീർത്തിട്ട് വേഗം തിരിച്ചു വരണം എന്നാണ് അവൾ പറയുന്നത്. ഈ സമയം നല്ല രീതിയിലേക്ക് തണുക്കുന്നുണ്ട്. വളരെ കഷ്ടപ്പെട്ടാണ് അയാൾ ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്. ഈ സമയത്താണ് അയാൾക്ക് മറ്റൊരു പ്രശ്നം വരുന്നത്. ഇപ്പം ആ ടാങ്കിന്റെ അകത്തേക്ക് കയറിയപ്പം അവളുമായിട്ടുള്ള കണക്ഷൻ കട്ടായി. മാത്രമല്ല വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ ഉൽക്കകൾ വന്നിട്ട് ആ പോഡിൽ ഇങ്ങനെ ഇടിക്കുകയാണ്. അതോടുകൂടെ പോഡ് ഇങ്ങനെ കുലുങ്ങാൻ തുടങ്ങി. എങ്കിലും വളരെ ബുദ്ധിമുട്ടി അയാൾ ആ കൂളൻ ടാങ്കിന്റെ ലിവർ തിരിച്ചു. അതോടുകൂടെ അത് ഓഫ് ആവുകയും ചെയ്തു. എന്നാൽ നല്ല തണുപ്പ് കാരണം അയാളുടെ തൊലിയൊക്കെ അതിൽ ഒട്ടിപ്പിടിച്ചു പോയി. കുറെ ബുദ്ധിമുട്ടിയാണ് അയാളുടെ കൈ അതിൽ നിന്ന് വലിച്ചെടുക്കുന്നത്. അങ്ങനെ ആ കാര്യങ്ങളൊക്കെ തീർത്ത് അയാൾ തിരിച്ച് അയാളുടെ സ്ഥലത്തേക്ക് തന്നെ പോവാണ്. അങ്ങനെ തിരിച്ച് സീറ്റിലെത്തി കഴിയുമ്പോഴാണ് അയാൾക്കിപ്പോൾ അവളോടുള്ള കണക്ഷൻ കിട്ടിയത്. ഈ സമയം അയാൾക്കാണെങ്കിൽ വിരലുകളൊക്കെ നല്ല രീതിയിൽ വേദനിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അയാൾ ഒരു ബാൻഡേജ് എടുത്തിട്ട് അതിൽ ചുറ്റുമാണ്. ഈ സമയം അയാൾ നോക്കുമ്പോൾ അയാളുടെ ശരീരത്തിന് മറ്റൊരു പ്രശ്നം കൂടെ വന്നിട്ടുണ്ട്. നേരത്തെ ഉണ്ടായ ആ കുലുക്കത്തിൽ ഒരു ചെറിയ കഷ്ണം മെറ്റൽ ഇപ്പം അയാളുടെ വയറിലേക്ക് ഇങ്ങനെ തുളച്ചു കയറിയിരിക്കുകയാണ്. കുറച്ച് ബുദ്ധിമുട്ടിയാണ് അയാൾ അത് വലിച്ചൂരിയെടുക്കുന്നത്. ഈ സമയം വയറിൽ നല്ല മുറിവായതുകൊണ്ട് നല്ല രീതിയിൽ ബ്ലഡ് പുറത്തേക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ബ്ലഡ് വരുന്നത് തടയാൻ എന്തെങ്കിലും നിങ്ങൾ ചെയ്യണം എന്നാണ് റോബർട്ട്സ് അയാളുടെ അടുത്ത് പറയുന്നത്. ഈ സമയം ഹാലവേ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അയാളുടെ തൊട്ടടുത്ത് ഒരുത്തൻ മരിച്ചു കിടക്കുന്നുണ്ടല്ലോ, അവന്റെ പോക്കറ്റ് തപ്പാൻ തുടങ്ങി. അതിൽ നിന്ന് ആദ്യമൊക്കെ കിട്ടുന്നത് ഒരു തരത്തിലുള്ള മാഗ്നറ്റ് ആണ്. അതിങ്ങനെ ഒരു ഗ്ലൗസ് പോലെ കയ്യിലിടാൻ പറ്റും. എന്നിട്ട് അത് ഉപയോഗിച്ചിട്ടാണ് ഈ പോഡിന്റെ മുകളിലേക്കൊക്കെ കയറി പോകുന്നത്. താഴേക്ക് വീണു പോവും എന്നൊരു പ്രശ്നം വരത്തില്ല. അടുത്തതായിട്ട് അയാളുടെ ശരീരത്തിൽ ചെക്ക് ചെയ്യുമ്പോൾ ഹാലവേക്ക് ഒരു ലൈറ്ററാണ് കിട്ടുന്നത്. അയാൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ലൈറ്റർ വെച്ചിട്ട് അയാളുടെ വയറ്റിൽ നിന്ന് ഊരിയെടുത്ത ആ മെറ്റലിന്റെ കഷ്ണം ചൂടാക്കാൻ തുടങ്ങി. എന്നിട്ട് ആ കഷ്ണം വെച്ചിട്ട് തന്നെ അയാൾ ആ മുറിവൊക്കെ ഒട്ടിച്ചു വെക്കുകയാണ്. ഇതല്ലാതെ അയാളുടെ മുന്നിൽ മറ്റൊരു വഴിയുമില്ല. അങ്ങനെ ആ മുറിവൊക്കെ ഒട്ടിച്ചു കഴിഞ്ഞതിന് ശേഷം ഹാലവേ അവളുടെ അടുത്ത് അടുത്തായിട്ട് പറയുന്നത് എനിക്ക് കമാൻഡറായ മിൽട്ടന്റെ അടുത്ത് സംസാരിക്കണം എന്നാണ്. ഇയാൾ ഇടയ്ക്കിടയ്ക്ക് ഇത് പറയാനുള്ള കാരണം ഈ കമാൻഡറായ മിൽട്ടൺ ഇയാളുടെ ഒരു ഫ്രണ്ടും കൂടെയാണ്. അതുകൊണ്ട് അയാളുടെ അടുത്ത് സംസാരിച്ചു കഴിഞ്ഞാൽ ഈ ഹാലവേക്ക് ഒരു സമാധാനം കിട്ടും. അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് കമാൻഡറുമായിട്ട് സംസാരിക്കണം എന്ന് അയാൾ പറയുന്നത്. അങ്ങനെ അയാൾ വീണ്ടും വീണ്ടും ഇങ്ങനെ നിർബന്ധിക്കുമ്പോൾ റോബർട്ട്സ് യഥാർത്ഥ കാര്യം അയാളുടെ അടുത്ത് പറയാണ്. അതായത് കമാൻഡർ മിൽട്ടൺ മരിച്ചുപോയി. അതുകൊണ്ടാണ് അവൾ ഇതുവരെ അയാൾക്ക് ഫോൺ കൊടുക്കാതിരുന്നത്. മിൽട്ടൺ മരിച്ചു എന്ന് അറിയുമ്പോൾ ഹാലവേ പിന്നെ അതിനെക്കുറിച്ചൊന്നും ചോദിക്കുന്നില്ല. എന്നാൽ പെട്ടെന്നാണ് വലിയൊരു പാറകഷ്ണം വന്നിട്ട് ആ പോഡിലേക്ക് ഇടിക്കുന്നത്. അതോടുകൂടെ പോഡ് ഇങ്ങനെ വളരെ വേഗത്തിൽ വട്ടം കറങ്ങാൻ തുടങ്ങി. ഈ സമയം ഹാലവേക്കാണെങ്കിൽ അയാളുടെ സീറ്റിൽ ഇരിക്കാൻ പോലും പറ്റുന്നില്ല. എങ്കിലും കഷ്ടപ്പെട്ട് അവിടെയൊക്കെ പിടിച്ചിട്ട് അയാൾ അഡ്ജസ്റ്റ് ചെയ്യാണ്. എന്നാൽ അത് അയാൾക്ക് താങ്ങാൻ പറ്റുന്നതിലപ്പുറമായിരുന്നു. ഇനിയിപ്പോൾ ജീവിച്ചിരിക്കേണ്ട എന്ന് തന്നെയാണ് അയാൾ തീരുമാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ അയാൾ ഇങ്ങനെ ഇഴഞ്ഞിഴഞ്ഞ് മുന്നോട്ട് പോകാൻ തുടങ്ങി. ആ പോഡിന്റെ ഡോറ് തുറക്കാനാണ് അയാൾ ശ്രമിക്കുന്നത്. എന്നാൽ അതിങ്ങനെ വട്ടം കറങ്ങുന്നതുകൊണ്ട് ആ ഡോറ് തുറക്കാനും അയാളെ കൊണ്ട് പറ്റുന്നില്ല. അങ്ങനെ കുറെ നേരം വട്ടം കറങ്ങി ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് ആ പോഡ് വേറൊരു പാറയിൽ ചെന്നിടിക്കുന്നത്. അതോടുകൂടെ ആ പോഡിന്റെ കറക്കം നിന്നു. അങ്ങനെ കുറച്ച് സമയങ്ങൾ കഴിഞ്ഞു. ഹാലവേ ഇപ്പോൾ റോബർട്ട്സിന്റെ അടുത്ത് ചോദിക്കുന്നത് ഇപ്പോഴത്തെ സ്റ്റാറ്റസ് എന്താണെന്നാണ്. അതേക്ക് അവള് പറയുന്നത് നിങ്ങളുടെ പോഡ് 40 മിനിറ്റിനകം കത്തി ഇല്ലാണ്ടായി പോകും. ഇപ്പോഴത്തെ പോഡിനകത്തെ ടെമ്പറേച്ചർ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റും കൂടെ നിങ്ങൾക്ക് സർവൈവ് ചെയ്യാൻ പറ്റും. പിന്നെ ഉള്ളത് ആ സ്യൂട്ടിലുള്ള 15 മിനിറ്റ് ആണ്. അത് കഴിഞ്ഞിട്ട് ഒരു ബാക്കപ്പ് 15 മിനിറ്റും ഉണ്ട്. പിന്നെ ഞങ്ങളുടെ കാര്യം കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ ഒരു 35 മിനിറ്റിനകം ഞങ്ങൾക്ക് നിങ്ങളുടെ അടുത്തേക്ക് എത്താൻ പറ്റും എന്നാണ് റോബർട്ട്സ് പറയുന്നത്. ഓക്കെ, മനസ്സിലായി. ഈ ബേസിലേക്കുള്ള കണക്ഷൻ എപ്പോഴാണ് റെഡി ആവുക? അയാൾ വീണ്ടും ചോദിക്കുന്നു. അത് ഞങ്ങൾ നിങ്ങളുടെ അടുത്തെത്താനാവുമ്പോഴേക്കേ ശരിയാവത്തുള്ളൂ എന്നാണ് അവൾ അതിന് മറുപടി പറയുന്നത്. അങ്ങനെ ആ കാര്യങ്ങളൊക്കെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഒരു ചെറിയ ആസ്ട്രോയിഡ് വന്നിട്ട് ആ പോഡിലേക്ക് ഇടിക്കുന്നത്. അത് നല്ല ഇടിയായിരുന്നു. അതുകൊണ്ട് തന്നെ ആ പോഡിൽ ഇപ്പോൾ ഒരു തുള വീണു. ഇപ്പൊ അതിനകത്തെ പ്രഷർ മൊത്തം വെളിയിലേക്ക് പോവാണ്. അത് കണ്ട ഉടനെ തന്നെ ഹാലവേ നേരെ പോകുന്നത് അയാളുടെ ആ സ്യൂട്ട് വെച്ചിരിക്കുന്ന സ്ഥലത്തേക്കാണ്. എന്നിട്ട് പെട്ടെന്ന് തന്നെ ആ സ്യൂട്ട് എടുത്തിടുന്നു. ഈ സമയമാകുമ്പോഴേക്കും ആ പോഡിലെ ഗ്ലാസിന്റെ ക്രാക്സ് ഇങ്ങനെ കൂടിക്കൂടി വരികയാണ്. അങ്ങനെ സ്യൂട്ടൊക്കെ ഇട്ട് കഴിയുമ്പോൾ റോബർട്ട്സ് അയാളുടെ അടുത്ത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ആ പോഡിന്റെ അകത്ത് നല്ലൊരു തുള വീണിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പൊ പോഡിനകത്തുള്ള ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും നൈട്രജനും എല്ലാം പുറത്തേക്ക് പോവാണ്. ഇനി നിങ്ങൾക്കിപ്പം ആകെ ഒരൊറ്റ കാര്യം ചെയ്യാൻ പറ്റുള്ളൂ. എത്രയും പെട്ടെന്ന് നിങ്ങൾ വെളിയിലേക്ക് ഇറങ്ങണം. എന്നിട്ട് നിങ്ങൾ പോഡിന്റെ മുകളിലേക്ക് പോയിട്ട് അവിടുത്തെ ആ ഓട്ട അടയ്ക്കണം. എങ്കിൽ മാത്രമേ പ്രഷർ അവിടെ നിലനിൽക്കുള്ളൂ. ആ പ്രഷർ ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾ നിങ്ങളുടെ അടുത്തേക്ക് എത്തുമ്പോൾ നീ വാതിൽ തുറന്നു കഴിഞ്ഞാൽ നിന്നെ അതിന് പുറത്തേക്ക് തെറിപ്പിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് വേഗം ചെന്നിട്ട് ആ പോഡിന്റെ പ്രശ്നം സോൾവ് ചെയ്യും എന്നാണ് അവൾ പറയുന്നത്. ഇതേ സമയം തന്നെ പോഡാണെങ്കിൽ സൂര്യനെ ലക്ഷ്യമാക്കി വളരെ വേഗത്തിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അയാൾ പുറത്തേക്ക് ഇറങ്ങാൻ തന്നെ തീരുമാനിച്ചു. അതിനുവേണ്ടി മറ്റവന്റെ പോക്കറ്റിൽ നിന്നും ആ മാഗ്നറ്റ് അയാൾ എടുക്കുകയാണ്. പക്ഷെ ഇപ്പൊ സൂര്യന് നേരെ പോകുന്നുണ്ട്. ഇപ്പൊ അയാൾ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നേരെ സൂര്യൻ അഭിമുഖമായിട്ടായിരിക്കും നിൽക്കുക. അങ്ങനെ വരുമ്പോൾ ചൂടടിച്ചാലും മരിക്കും. അതുകൊണ്ട് തന്നെ ആ പോഡൊന്ന് തിരിച്ചു കൊടുക്കാനാണ് അയാൾ ഇപ്പോൾ റോബർട്ട്സിന്റെ അടുത്ത് പറയുന്നത്. റോബർട്ട്സ് ആണെങ്കിൽ പതുക്കെ ആ പോഡ് തിരിക്കുകയും ചെയ്തു. അങ്ങനെ വേഗം തന്നെ ഹാലവേ ആ പോഡിന്റെ മുകളിലേക്ക് കയറാണ്.
ആ മാഗ്നറ്റ് അയാളുടെ കയ്യിലുള്ളതുകൊണ്ട് കുഴപ്പമില്ലാതെ അതിൽ പിടിച്ച് അയാൾക്ക് മുകളിലേക്ക് കയറാൻ പറ്റുന്നുണ്ട്. ഇപ്പൊ അയാൾ നിൽക്കുന്ന സ്ഥലത്തെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് -150°C ആണ്. അങ്ങനെ അയാൾ ആ പോഡിന്റെ മുകളിലെത്തി. ഈ സമയം റോബർട്ട്സ് അയാളുടെ അടുത്ത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഇനി 5 മിനിറ്റ് സമയമുള്ളൂ, അതിനുള്ളിൽ ആ പോഡിന്റെ കംപ്ലൈന്റ് തീർക്കണം. അതിനുള്ളിൽ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ പോഡ് വീണ്ടും കറങ്ങും, അതോടുകൂടെ നിങ്ങൾ സൂര്യന്റെ മുമ്പിലേക്ക് എത്തും. പിന്നെ ആ സ്യൂട്ടിനൊന്നും നിങ്ങളെ രക്ഷിക്കാൻ പറ്റത്തില്ല. ആ നിമിഷം തന്നെ നിങ്ങൾ മൊത്തത്തിൽ കത്തിപ്പോവും. അതുകൊണ്ട് വേഗം പണി തീർക്കാൻ നോക്ക് എന്നാണ് അവള് പറയുന്നത്. അങ്ങനെ ആ ഡാമേജ് കണ്ടെത്തിയിട്ട് അയാൾ ആ ഓട്ട വീണ ഭാഗം വെൽഡ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ആ പണിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അയാൾക്ക് മറ്റൊരു പ്രശ്നം വരുന്നത്. കുറേയേറെ ചെറിയ പാറകഷ്ണങ്ങൾ ആ പോഡിൽ വന്ന് ഇടിക്കാൻ തുടങ്ങി. എങ്കിലും അതൊന്നും മൈൻഡ് ചെയ്യാതെ അയാൾ ആ വെൽഡിങ് ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അതിനിടയിലാണ് ഒരു ചെറിയ കല്ല് വന്നിട്ട് അയാളുടെ സ്യൂട്ടിലിടിക്കുന്നത്. അതോടുകൂടെ സ്യൂട്ടിൽ ഓട്ട വീണു. ഓൾറെഡി അതിൽ കുറച്ചേ ഓക്സിജൻ ഉള്ളൂ. ഇപ്പൊ അത് ലീക്ക് ആവാനും തുടങ്ങി. ഇനിയിപ്പോൾ ആ പോഡ് കറങ്ങി തിരിഞ്ഞു വരാൻ 60 സെക്കൻഡാണ് അയാളുടെ മുമ്പിലുള്ളത്. ഓക്സിജൻ ആണെങ്കിൽ 2% ഉള്ളൂ. അങ്ങനെ ഇത്രയും കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ അയാൾ ആ പോഡിന്റെ ഡാമേജ് ഒക്കെ തീർത്തു. ഇപ്പൊ പോഡിൽ നിന്ന് പ്രഷർ ഒന്നും ലീക്ക് ആവുന്നില്ല. അതുകൊണ്ട് തന്നെ അയാൾ അകത്തേക്ക് കയറാൻ തുടങ്ങി. എന്നാൽ ഈ സമയത്താണ് അയാൾക്ക് മറ്റൊരു പ്രശ്നം വരുന്നത്. ഒന്നാമത് ആ സ്യൂട്ടിൽ ഇപ്പോൾ ഓക്സിജൻ ഇല്ല. മാത്രമല്ല അയാളുടെ കയ്യിലിട്ടിരിക്കുന്ന ആ മാഗ്നറ്റിൽ ഒരെണ്ണം വർക്ക് ചെയ്യുന്നില്ല. ഇപ്പോൾ ഒരെണ്ണം വെച്ചിട്ടാണ് അയാൾ താഴേക്ക് ഇറങ്ങുന്നത്. അങ്ങനെ അയാൾ വളരെ കഷ്ടപ്പെട്ട് ആ പോഡിന്റെ അകത്തേക്ക് തന്നെ കയറി. അതിനുശേഷം ആ സ്യൂട്ടിന്റെ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്ത് ആ ബാക്കപ്പ് ഓക്സിജൻ ആ സ്യൂട്ടിലേക്ക് ഫില്ല് ചെയ്യാണ്. ഈ സമയം ആ പോഡിനകത്ത് ഒരു അനൗൺസ്മെന്റ് വരുന്നുണ്ട്. സൂര്യന്റെ ആ ഫിൽറ്ററിന് എന്തോ ഡാമേജ് പറ്റിയിട്ടുണ്ട് എന്നാണ് അനൗൺസ്മെന്റ് വരുന്നത്. ഇപ്പൊ അയാൾ ആ ചില്ലിലൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ ശക്തമായ സൂര്യപ്രകാശമാണ് അടിക്കുന്നത്. അത് അയാളെ കൊണ്ട് താങ്ങാൻ പറ്റുന്നില്ല. ഈ സമയമാകുമ്പോഴേക്കും റോബർട്ട്സ് ആണെങ്കിൽ അവളുടെ ആ സ്പേസ് ഷിപ്പുമായിട്ട് അയാളുടെ അടുത്തെത്താനായിട്ടുണ്ട്. ആ ഭീമാകാരമായ സ്പേസ് ഷിപ്പ് ഇപ്പൊ ആ പോഡിന് നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയം ഹാലവേ അവളുടെ അടുത്ത് പറയുന്നത് എനിക്ക് എന്റെ വീട്ടിലേക്കൊന്ന് വിളിച്ചതാണെന്നാണ്. അയാൾ കുറെ നിർബന്ധിച്ച് കഴിയുമ്പോഴാണ് അവൾ ആ കോള് കണക്ട് ചെയ്ത് കൊടുക്കുന്നത്. ഇതേ സമയം തന്നെ പോഡാണെങ്കിൽ ആ സ്പേസ് ഷിപ്പിന്റെ തൊട്ടടുത്തെത്തി. അയാൾക്ക് എങ്ങനെയെങ്കിലും ഇപ്പൊ വീട്ടിലെത്തിയാൽ മതി എന്നൊരാഗ്രഹമാണ്. അങ്ങനെ ഭാര്യയുടെ അടുത്ത് സംസാരിച്ച് കഴിയുമ്പോൾ അയാൾ ഒന്നുകൂടെ ഉഷാറായി. അതുകൊണ്ട് തന്നെ ഞാൻ ഉറപ്പായിട്ടും വീട്ടിലേക്ക് വരും എന്ന് പറഞ്ഞിട്ട് അയാൾ അവിടെ നിന്ന് എഴുന്നേൽക്കുകയാണ്. അങ്ങനെ അയാളിപ്പം അയാളുടെ മുന്നിലുള്ള ആ ചില്ലിലൂടെ സൂര്യനെ തന്നെയാണ് നോക്കി നിൽക്കുന്നത്. ഈ സമയവും അയാളുടെ ഭാര്യ അയാളെ വിളിക്കുന്നുണ്ട്. അത് കേട്ട ഉടനെ അയാൾ മറുപടി പറയുന്നത് ഞാൻ വീട്ടിലേക്ക് പോവാണെന്നാണ്. അയാൾ അത് പറഞ്ഞതും അയാളുടെ പോഡിന് മുമ്പിലുള്ള ആ ഗ്ലാസ് മൊത്തത്തിൽ അങ്ങോട്ട് പൊട്ടിച്ചിതറാണ്. പുള്ളിയാണെങ്കിൽ കണ്ണടച്ച് അവിടെ നിൽക്കുകയാണ്. ഇങ്ങനെ ഒരു സീനും കാണിച്ചിട്ടാണ് ഈ സിനിമ അവസാനിക്കുന്നത്. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ക്ലൈമാക്സിൽ അവസാനിപ്പിച്ചത് എന്ന കാര്യം മാത്രമേ എനിക്ക് മനസ്സിലായിട്ടില്ല. ഇപ്പൊ റോബർട്ട്സ് ആ ഷിപ്പുമായിട്ട് അയാളുടെ തൊട്ടടുത്തുണ്ട്. അയാൾക്ക് ഇനി അവളുടെ അടുത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ആ വാതിൽ ഓർക്കണം. അവിടെ എത്താനുള്ള ഓക്സിജൻ പോലും അയാളുടെ സ്യൂട്ടിലില്ല. മാത്രമല്ല ആ ചില്ലാണെങ്കിൽ പൊട്ടി തകരുകയും ചെയ്തു. ഇതുകൊണ്ട് തന്നെ ഒരു കാര്യം ഉറപ്പിക്കാം, അയാൾ വീട്ടിലേക്ക് പോകാൻ ഉദ്ദേശിച്ചത് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ എങ്ങോട്ടാണോ പോകുന്നത് അതായിരിക്കും. അല്ലാതെ എന്തായാലും അയാൾക്ക് ആ സ്പേസ് ഷിപ്പിലേക്ക് കയറാൻ പറ്റത്തില്ല. ഈ കാര്യമാണ് ഈ ക്ലൈമാക്സ് കൊണ്ട് എനിക്ക് മനസ്സിലായത്. ഈ ഒരൊറ്റ ക്യാരക്ടറേ ഉള്ളൂ എങ്കിലും ആദ്യം മുതൽ അവസാനം വരെ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. പക്ഷെ ഇതിന്റെ ക്ലൈമാക്സ് ശരിക്കും നിരാശപ്പെടുത്തി. അപ്പൊ എന്താണ് നിങ്ങളുടെ അഭിപ്രായം? എന്താണെങ്കിലും എഴുതി അറിയിക്കാൻ മറക്കരുതേ. അപ്പോൾ പുതിയൊരു കിടിലൻ സിനിമയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.